എല്ലാ ദിവസങ്ങളിലും വിപണിയിൽ നഷ്ടം തുടരുകയും അവസാന ദിവസം വലിയൊരു നഷ്ടത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. ഏതാണ്ട് 2% ഇന്നലെ മാത്രം വിപണിയിൽ നഷ്ടമുണ്ടായത്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളാവട്ടെ ഏതാണ്ട് 11,000 കോടി രൂപയുടെ വിൽപ്പന ഇന്നലെ വിപണിയിൽ നടത്തുകയുണ്ടായി. ഈ അടുത്തിടേക്കുണ്ടാവുന്ന ഏറ്റവും വലിയ വിൽപ്പനയാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത്. ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ 12,000 കോടിയുടെ അടുത്ത് നിക്ഷേപം നടത്തിയെങ്കിൽ കൂടി വിപണിയുടെ വീഴ്ചയെ പ്രതിരോധിക്കാനായില്ല. എല്ലാ സാങ്കേതിക നിലവാരങ്ങളും ഭേദിച്ചുകൊണ്ടാണ് ഇന്നലെ വിപണിയിൽ നഷ്ടമുണ്ടായത്. ഒട്ടുമിക്ക മേഖലകളിലും ഇന്നലെ വിൽപ്പന തുടരുന്നു. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ഏറ്റവും കോവിഡ് സമയത്തുണ്ടായിരുന്ന ആ ഒരു നിലവാരത്തേക്ക് എത്തുകയും ചെയ്തു. 22.4 എത്തുകയും ചെയ്തു. ഇതിനു മുമ്പ് കോവിഡ് സമയത്താണ് 2020 ആ ഒരു നിലവാരത്തേക്ക് RSI എത്തിയത്. ഇങ്ങനെ സാങ്കേതികമായി ഒട്ടുമിക്ക നിലവാരങ്ങളും ഭേദിച്ചുകൊണ്ട് വിപണിയിൽ ഇപ്പോൾ വ്യാപാരം തുടരുന്നത് വരും ദിവസങ്ങളിലും കൂടുതൽ വിൽപ്പനയ്ക്ക് കാരണമായേക്കും എന്നുള്ള ഒരു ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. 21,900 എന്ന നിലവാരത്തിലേക്ക് ആണ് ഇനിയിപ്പോൾ അടുത്ത ഒരു അടിസ്ഥാന നിലവാരമായി കണക്കാക്കുന്നത്. 22,000 വ്യാപാരം എത്തി. ഇന്നലെ 22,100 മുകളിൽ വ്യാപാരം അവസാനിപ്പിച്ചെങ്കിൽ കൂടി 22,000 നിലവാരത്തേക്ക് വിപണി എത്തുന്ന ഒരു സാഹചര്യം, ഇന്നലെ സൂചിക നിഫ്റ്റി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ തോതിലുള്ള കയറ്റങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കണം. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഈ രീതിയിൽ വിൽപ്പന തുടരുകയാണ്. ഈ വർഷം ഇതുവരെ 1,38,000 കോടി രൂപയുടെ വിൽപ്പന വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ നടത്തിയത്. ആ ഒരു രീതിയിൽ വിൽപ്പന തുടരുകയാണ്. തീർച്ചയായും വരും ദിവസങ്ങളിൽ വിപണിയിൽ സമ്മർദ്ദം തുടങ്ങിയേക്കാം.